പത്തര മാറ്റിലാണെങ്കിൽ നന്ദു ആണെങ്കിൽ അനിയോടും അനിയുടെ വീട്ടുകാരോടും അനന്തപുരി തറവാട്ടുകാരോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കടമ ചെയ്യാൻ നിങ്ങളെന്നെ അനുവദിക്കണം. എൻ്റെ കടമയിൽ, എൻ്റെ ഡ്യൂട്ടിയിൽ, എൻ്റെ ജോലിയിൽ നിങ്ങൾ കൈകടത്തരുത്. അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും പരാതി സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പരാതി എടുത്തേ മതിയാവുകയുള്ളൂ. നിങ്ങൾ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ പേരിൽ അനിയെ അറസ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ ജാനകി പറയുന്നുണ്ട്, നീ മനഃപൂർവ്വം ചെയ്യുന്നല്ലേടി ഇത്. എൻ്റെ മകൻ്റെ ജീവിതം രക്ഷപ്പെടുന്നത് നിനക്കിഷ്ടമല്ല, അതിനു വേണ്ടിയല്ലേടി എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട, പറയേണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വിവാഹ നിശ്ചയം മുടക്കണമെന്നേ ആഗ്രഹമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പരാതി നിൽക്കവേ ഇങ്ങനെ വിവാഹം കഴിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനിയെ എൻ്റെ കൂടെ വിട്ടേ മതിയാവുകയുള്ളൂ, എൻ്റെ ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഇവർക്കൊന്നും വേറെ വഴിയില്ലാതാവുകയും ഒടുവിൽ നന്ദുവിനെയും കൊണ്ട് അനിയെയും കൊണ്ട് നന്ദു പോകുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം ജാനകിയാണെങ്കിൽ, കണ്ടില്ലേ അച്ഛാ, ഇവളുടെ ഈ നമ്മുടെ ഗോവിന്ദൻ്റെ ഈ കനകയുടെ മകൾ കാണിച്ച വേഷം കിട്ടി കണ്ടില്ലേ, അവൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കോലാഹലമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ കനകയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടെന്ന് കാണാം. ഇവിടെ പുറത്തിറങ്ങിയ നമ്മുടെ അനിയെ നന്ദു കെട്ടിപ്പിടിച്ച് അനിയുടെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്ന കാഴ്ച, എനിക്ക് നിന്നെ വേർപിരിയാനായിട്ട് പറ്റില്ലടാ എന്ന് തുറന്നു പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.